ഇവള് കൃഷ്ണനെ പോലെയാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നീ കുചേലനെ പോലെയാണെന്നാ. അത് സത്യം തന്നെയല്ലേ? കാരണം ഈ ഓർണമെന്റ്സ് ഒന്നും നിന്റേതല്ലല്ലോ, നിനക്ക് ദാനം കിട്ടിയതല്ലേ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇത് ഞാൻ അണിയിച്ചു തരാം, ഇങ്ങ് തരൂ. ആ ജാസ്മിൻ, കാല് നീട്ടിക്കൊടുക്ക. നിങ്ങളിൽ കൃഷ്ണൻ ആരാണ്, കുചേലൻ ആരാണെന്ന് എനിക്കും പ്രവേശിക്കും നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ആർക്കും തർക്കമൊന്നും വേണ്ട. പാർവതി, കൊലുസിട്ട് തന്നില്ലേ പാർവതി? ഇനി നിനക്കെന്താ നെറ്റിപ്പട്ടം കൂടി കെട്ടിത്തരണോ? നീ നല്ല അനുസരണയുള്ള ജോലിക്കാരിയാ. ജോലിക്കാരി ചെയ്തു തന്ന സേവനത്തിന് ഞാൻ എന്തെങ്കിലും തരണ്ടേ? ഇതിലെ 2 സാരികളുണ്ട്. കുറച്ച് പഴയതാണെങ്കിലും ഉടുക്കാനൊക്കെ പറ്റും. നീ എന്റെ വിവാഹത്തിന് വരുമ്പോ ഇതിലേതെങ്കിലും ഒന്ന് എടുത്തോളൂ. പഴയ സാരി വെച്ച് നീട്ടുന്നോ? അത് വലിച്ചവളുടെ മുഖത്തെറി പാർവതി. സാരമില്ല ചെറിയമ്മ, എന്റെ ഭർത്താവിനെ ഇവളെടുത്തിട്ട് ഇവളുടെ സാരി എനിക്ക് തരുന്നു. ലഭിക്കുന്നതും പഴയത്, കൊടുക്കുന്നതും പഴയത്. അപ്പൊ കണക്ക് സമാസമാകൂന്നായിരിക്കും ഇവള് കരുതിയിരിക്കുന്നത്. ഇവളുടെ സമാധാനത്തിന് ഞാനിത് സ്വീകരിക്കാം. പാർവതി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ നിനക്ക്? വിശാൽ ബ്രോയെ കൊണ്ട് ഇവളെ കെട്ടിക്കാൻ നടക്കുന്ന നിങ്ങക്ക് മനസ്സിലായോ?
സുശീലാന്റിയുടെ മുഖം കണ്ടാ അറിയാം ഒന്നും മനസ്സിലായില്ലെന്ന്. ഡേ, ഞാൻ പറയാം, വിശാൽ ബ്രോ ജാസ്മിനെ കെട്ടിയ അത് പാർവതിയുടെ വെറും ഒരു ഔദാര്യമാണെന്ന്. എടി, എള്ളോളം ഉളുപ്പുണ്ടെങ്കിലേ ഈ വിവാഹാലോചന പരിപാടി നീ ഇവിടെ അവസാനിപ്പിക്കും. അതിന് ഉളുപ്പുണ്ടായിട്ട് വേണ്ടേ? പാർവതി, നീ വന്നേ. വിശാലിന്റെ ഭാര്യ അവളാണെന്ന് പാർവതി ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. അപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നതെല്ലാം അനുസരിക്കാൻ അവള് തയ്യാറാകുന്നുമുണ്ട്. അത് അവളുടെ ഒരു കളിയാണോന്നാണ് എനിക്ക് തോന്നുന്നത്. ഉയരത്തിൽ കൊണ്ടെത്തിച്ചിട്ട് തള്ളി താഴെയിട്ട വീഴ്ചയുടെ ആഘാതം കൂടുമല്ലോ. നീ എന്താ പറഞ്ഞു വരുന്നേ? വിശാലും ഞാനുമായിട്ടുള്ള വിവാഹം നടക്കില്ലാന്ന് അവൾക്ക് ഉറപ്പുണ്ടാവും. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഒടുവിൽ നിരാശയോടെ നിൽക്കുന്ന എന്റെ മുഖത്ത് നോക്കി ഇപ്പൊ എന്തായടി എന്ന് ചോദിച്ച് കളിയാക്കി ചിരിക്കാലോ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഏട്ടനൊന്നും മനസ്സിലായില്ലേ? അവൾ ഇത്രയും കോൺഫിഡൻസോടെ നിൽക്കണമെങ്കിൽ ഫോറൻസിക് ലാബിലെ റിപ്പോർട്ടുമായിട്ട് അരവിന്ദൻ വരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. അവൾ ഇടയ്ക്കിടയ്ക്ക് അയാളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും. അയാളുടെ ശവോടൊക്കെ നടത്താന്ന് പറഞ്ഞിട്ട് എന്തായി? ആ കൊട്ടേഷൻ ഏൽപ്പിച്ച ആളെ ഒന്ന് വിളിച്ച് അന്വേഷിക്കേ. ഹലോ ജതിൻ സാർ. എന്തായടോ? നിന്റെ കോള് കാണാത്തോണ്ടാ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. കൊട്ടേഷൻ ഒരു പോലീസ് ഓഫീസർക്കെതിരെ ആയതുകൊണ്ട് നിന്റെ മുട്ടിടിച്ചോ? ജതിൻ സാറിന് എന്നെ അറിയാലോ. അല്ലല്ല, ഞാൻ നോക്കിക്കോളാം. അയാൾ എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ട്. ഫോണിൽ സംസാരിച്ചോണ്ട് നിൽക്കുക. എനിക്ക് അയാളുടെ നീക്കം അറിയണം. അയാള് സംസാരിക്കുന്നത് എനിക്കൊന്ന് കേൾപ്പിച്ചു തരാൻ നിനക്ക് കഴിയോ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം സാർ. ഞാൻ ഫോറൻസിക് ലാബിലോട്ട് പോകാൻ ഇറങ്ങിയതാ. അല്ലല്ല, കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിനല്ല. ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് കുറച്ച് ഫ്ലവേഴ്സാ. എന്റെ പരിചയത്തിലുള്ള ഒരു ലേഡി ആവശ്യപ്പെട്ടിട്ടാ. എന്താ ഗായത്രി ഗ്രൂപ്പ് കമ്പനിയുടെ MD ഗോപിനാഥൻ അറിയില്ലേ? അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യ പറഞ്ഞിട്ടാ. ആ ഫ്ലവറിൽ പോയിസൺ ഉണ്ടോ എന്ന് അവൾക്കൊരു സംശയം. റിപ്പോർട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ അവിടെ വരെ ഒന്ന് പോകും. ഫ്ലവറിൽ പോയിസൺ സ്പ്രേ ചെയ്തവരെ കണ്ടുപിടിക്കണമല്ലോ. എന്നാ ശരി, ഞാൻ വിളിക്കാം. ഹലോ ജിതിൻ സാർ, കേട്ടില്ലേ? കേട്ടു. എന്നെയും എന്റെ അനിയത്തെയും പൂട്ടാനുള്ള പൂട്ടുമായി അയാൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്.
ഒരു കാരണവശാലും അയാൾ ഇവിടെ എത്താൻ പാടില്ല. എത്തില്ല സാർ. സാർ ധൈര്യമായിരിക്കും. അയാൾ അവിടെ എത്തില്ല. ഹലോ, റിപ്പോർട്ട് റെഡിയായോ? ഓ, വീട്ടിലാണോ? ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം. ആ, ശരിയെന്നാ. വണ്ടി എടുക്കടാ വേഗം. പോലീസുകാരനെ പുറകെ വിട്ടോ. ഇവിടെ വെച്ചൊന്നും ചെയ്യണ്ട. ആളൊഴിഞ്ഞ് സ്ഥലം വരട്ടെ. ഞാൻ പറയാം. എന്തായി, വിളിച്ചോ? അരവിന്ദ് സാർ സ്റ്റേഷനിലില്ല, പുറത്തു പോയിരിക്കുകയാണത്രേ. പേഴ്സണൽ നമ്പറിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. വിളിച്ചാ കിട്ടുന്ന വേറെ നമ്പർ ഉണ്ടാവില്ലേ? ഉണ്ടാവും, പക്ഷെ ചോദിച്ചിട്ട് സ്റ്റേഷനിലുള്ളവർ തരുന്നില്ല. ഇനി എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് അരവിന്ദൻ സാറിനെ എങ്ങനെയൊന്ന് അറിയിക്കുക? ജാസ്മിന്റെ അവളുടെ ചേട്ടന്റെയും ശരിയായ സ്വഭാവം വിശാൽ സാർ മനസ്സിലാക്കണമെങ്കിൽ ആ കടലാസുമായി അരവിന്ദൻ സാർ ഇവിടെ എത്തണം, ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുമ്പ്. സാറിനെ ഇവിടെ എത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ വിപിനെ? ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. സാർ എവിടെയാണെന്ന് അറിഞ്ഞാ നേരിട്ട് പോയി പറയായിരുന്നു. അല്ല, സാർ ഇപ്പൊ എവിടെയാണെന്ന് പാർവതിക്ക് അറിയാമോ? എനിക്കെങ്ങനെ അറിയാനാ? അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? മിസ്ഡ് കോളോടെ തിരിച്ചു വിളിക്കുമായിരിക്കും. അതുവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ഉദയനൂരമ്മ, ആ കടലാസുമായി സാർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണേ. വിപിനെ, താലി കെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തുന്നെങ്കിൽ അത് പ്രശ്നമാവും. അല്ല, ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കട്ടെ. ഏട്ടനെ വീണ്ടും വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചത് പാർവതി തന്നെയല്ലേ? എന്നിട്ട് പാർവതി തന്നെ ആ വിവാഹം നടക്കാതിരിക്കാനുള്ള വഴി നോക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? വിശാൽ സാറ് വേറെ വിവാഹം കഴിക്കരുതെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ജാസ്മിൻ വിശാൽ സാറിന്റെ ഭാര്യ ആവരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പൂക്കൾ ടെസ്റ്റ് ചെയ്ത റിസൾട്ടുമായി അരവിന്ദ് സാറ് വന്നാൽ വിവാഹം നടക്കില്ലെന്ന് പാർവതിക്ക് ഉറപ്പാണോ? ഉറപ്പാ, 100% ഉറപ്പാ. ആ കടലാസ് കണ്ട വിശാൽ സാർ ഒരിക്കലും ജാസ്മിനെ വിവാഹം കഴിക്കില്ല. അല്ല, എന്താ രണ്ടുപേരും തമ്മിലൊരു ഗൂഢാലോചന? അത് ഏട്ടാ, ഗൂഢാലോചനയൊന്നുമല്ല. സാറിന്റെ വിവാഹം നടക്കാൻ പോവല്ലേ. പഴയ ഭാര്യ എന്ന നിലയിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് വിപിനോട് ഞാൻ ചോദിക്കായിരുന്നു. അതെനിക്കറിയില്ല. പക്ഷേ താലി കെട്ടുന്നതിന് മുൻപ് ഭർത്താവ് എന്ന നിലയ്ക്ക് ഏട്ടൻ പാർവതിക്ക് എന്ത് ചെയ്തു കൊടുക്കണമെന്ന് ചോദിച്ചാ അതിന്റെ ഉത്തരം എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. ഏട്ടന് പുതിയൊരാളെ കിട്ടുന്നു, പുതിയൊരു കുടുംബം ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ഭാര്യ എന്ന് പറഞ്ഞു നടന്നയാൾ തനിച്ചാവുന്നു.
അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഏട്ട ആദ്യം ചെയ്യേണ്ടത്. എങ്ങനെ? ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞു വരുന്നേ? എങ്ങനെയാന്ന് ചോദിച്ചാ, ഏട്ടന് വേണ്ടി ഒരുക്കിയ പന്തലിൽ നിശ്ചയിച്ച അതേ മുഹൂർത്തത്തിൽ പാർവതിയുടെ വിവാഹം നടത്തി കൊടുക്കണം. അതാണ് ഏട്ടൻ ചെയ്യേണ്ട കാര്യം. എന്താ ഏട്ടന് പറ്റുമോ? കേട്ടപ്പോ തന്നെ രണ്ടാളും ഒന്ന് ഞെട്ടിയല്ലേ? രണ്ടുപേർക്കും അത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ടാ നിങ്ങൾ രണ്ടുപേരും ഞെട്ടിയത്. ജാസ്മിന് വിവാഹം കഴിക്കാൻ ഏട്ടന് ഇഷ്ടമല്ല. ഏട്ടനെ വിട്ടുകൊടുക്കാൻ പാർവതിക്ക് ഇഷ്ടമല്ല. പിന്നെ എന്തിനാ ഏട്ടാ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. ആരും ഒറ്റപ്പെടാൻ ആഗ്രഹിക്കില്ല ഏട്ടാ. ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക. പ്രത്യേകിച്ചും നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ. നിങ്ങളിപ്പോ താമസിക്കുന്ന ഭവനത്തിന്റെ അഷ്ടദിക്കുകളും ഞാൻ മനസ്സിൽ കണ്ടു. കണക്കുകളിലും കോണുകൾ നിർത്തിയതിലും ഒന്നും പിഴവില്ല. പക്ഷേ എന്താ തിരുമേനി? യമവീതിയിലാണ് ഭവനം നിൽക്കുന്നത്. സ്ഥാനം നിശ്ചയിച്ച ആൾക്ക് പറ്റിയ നോട്ടക്കുറവാവാം. യമവീതി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വീട് നിന്നാൽ എന്താ കുഴപ്പം? അറിയാത്തത് കൊണ്ടാ ചോദിക്കുന്നത്. തിരുമേനി എല്ലാം വ്യക്തമായിട്ടൊന്നും പറഞ്ഞു തരണം. യമവീതി എന്ന് പറഞ്ഞാൽ യമധർമ്മന്റെ സഞ്ചാരപാത. യമൻ ആരാണെന്നറിയാലോ? കാലൻ. യമവീതിയിൽ ഭവനം നിന്നാൽ എപ്പോഴും മരണഭയം ഉണ്ടാകും. തിരുമേനി പറഞ്ഞത് 100% സത്യമാ. എന്റെ മോൻ വിശാലിനെ തിരുമേനിക്ക് അറിയാലോ. അവന്റെ നേർക്ക് ഒന്നിനു പിറകെ ഒന്നായി ആപത്തുകൾ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുക. ഈശ്വരാധീനം ഒന്നുകൊണ്ട് മാത്രമാ അവൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അതും ഞാൻ എന്റെ ധ്യാനത്തിൽ കണ്ടു. പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തും സംഭവിക്കാം. ഈശ്വര, അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാവില്ല തിരുമേനി? ഏറ്റവും ഉചിതമായ പ്രതിവിധി ആ ഭവനത്തിൽ നിന്ന് താമസം മാറുക എന്നുള്ളതാണ്. അത് പ്രായോഗികമായി തോന്നുന്നില്ലെങ്കിൽ മാത്രം മറ്റൊരു പ്രതിവിധിയെക്കുറിച്ച് ചിന്തിക്കാം. എല്ലാവരും ചേർന്ന് കൂടിയാലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലെത്തുന്നതാവും ഉചിതം. തിരുമേനി, വിശാലിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണെന്ന് ഞങ്ങള് പറഞ്ഞല്ലോ. അതിനിടയില് വീട് മാറുക എന്നൊക്കെ പറഞ്ഞ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. തിരുമേനി അവിടെ വന്ന് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് വിവാഹത്തിനുള്ള തടസ്സങ്ങൾ നീക്കിത്തരണം. അതാണ് ആദ്യം ഞങ്ങൾക്ക് വേണ്ടത്. ഒരു മംഗളകർമ്മം നടക്കുമ്പോ
ഇടയ്ക്കിടയ്ക്ക് വിഘ്നം സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ കാരണം കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് പ്രശ്ന വിചാരം ചെയ്യേണ്ടി വരും. എനിക്കതിന് കുറച്ച് സമയം വേണ്ടി വരും.